ഡൽഹിയിലെ ഉത്തം നഗറിൽ നിന്ന് വരുന്ന വാർത്തകൾ ആശങ്കാജനകമാണ്. ഹോളി ആഘോഷത്തിനിടയ്ക്ക് രണ്ട് കുടുംബങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിൽ 26 വയസ്സുകാരനായ തരുൺ കൊല്ലപ്പെട്ടതിന് ശേഷം ഇതിനെ ഒരു വർഗീയ വിദ്വേഷമാക്കി മാറ്റിയിരിക്കുകയാണ് ഉത്തം നഗറിലെ ഹിന്ദുത്വവാദികൾ. മുസ്ലിമുകളെയെല്ലാം കൊല്ലണം, ഈ റമസാൻ അവരെ ആദരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന രീതിയിലുള്ള വിദ്വേഷ പ്രചരണം ഇപ്പോൾ ഉത്തം നഗറിൽ നടക്കുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ സംഭവത്തിന്റെ യാഥാർത്ഥ്യം? നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. മാർച്ച് 4 ഹോളി ദിനത്തിലാണ് സംഭവങ്ങളുടെ തുടക്കം. തരുണിന്റെ വീടിന്റെ മുകളിൽ നിന്ന് ചെറിയൊരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വെള്ളം നിറച്ച ബലൂൺ അബദ്ധത്തിൽ താഴെ വീണതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഈ ബലൂൺ വഴിപോക്കയായ ഒരു സ്ത്രീയുടെ ദേഹത്ത് പതിച്ചു. തരുണിന്റെ കുടുംബം മാപ്പ് ചോദിച്ചെങ്കിലും തർക്കം രൂക്ഷമാവുകയായിരുന്നു. സ്ത്രീയുടെ വീട്ടുകാർ സംഘടിച്ചെത്തി തരുണിന്റെ കുടുംബത്തെ ആക്രമിച്ചു. തരുണിന്റെ പിതാവ് മേംരാജ് പറയുന്നത് ഇങ്ങനെയാണ്: തന്റെ മകൻ തരുൺ അപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല. അവൻ സുഹൃത്തുക്കൾക്കൊപ്പം ഹോളി കളിച്ച് മടങ്ങി വരുമ്പോഴാണ് 15-20 പേരടങ്ങുന്ന സംഘം ഇരുമ്പ് ദണ്ടുകളും ബാറ്റുകളും ഉപയോഗിച്ച് അവനെ ആക്രമിച്ചത്. മാരകമായി പരിക്കേറ്റ തരുൺ പിന്നീട് മരണത്തിന് കീഴടങ്ങി. ഈ കേസിൽ ഇതുവരെ 14 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഉത്തം നഗറിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. തരുൺ ഒരു ഹിന്ദുവും തരുണിനെ ആക്രമിച്ചവർ ഒരു മുസ്ലിമും ആയതുകൊണ്ട് ഇതിനൊരു വർഗീയ വേഷം നൽകുകയാണ് അവിടുത്തെ ഹിന്ദുത്വവാദികൾ. വലതുപക്ഷ നേതാക്കളും വിവിധ ഹിന്ദു സംഘടനകളും തരുണിന്റെ വീട് സന്ദർശിക്കുകയും പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ പ്രദേശനിവാസികൾ പറയുന്നത് മറ്റൊന്നാണ്. ഇത് വർഷങ്ങളായി അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്ന രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കമാണെന്നും ഇതിന് വർഗീയ നിറം നൽകാൻ പുറത്തുനിന്നുള്ളവർ ശ്രമിക്കുകയാണെന്നുമാണ് അവരുടെ പക്ഷം. പാർക്കിങ്ങിനെ ചൊല്ലി മുമ്പും ഇവർ തമ്മിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥിരീകരിക്കുന്നു. ഇതിനിടെ മറ്റൊരു വിവാദ സംഭവം കൂടി അവിടെ അരങ്ങേറി. ഈ വിഷയം നടന്ന് 4 ദിവസങ്ങൾക്ക് ശേഷം പ്രതിയായ ആൾക്കാരുടെ വീടുകൾ ഭരണകൂടം ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചു നിരത്തി. വീടിന്റെ ഒരു ഭാഗമാണ് ഇടിച്ചു നിരത്തിയത്. കൃത്യമായ നോട്ടീസോ ഒന്നും നൽകിയിട്ടില്ല എന്ന് ആ കുടുംബാംഗങ്ങൾ പറയുന്നു. സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങൾ വിലക്കിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അനധികൃതമായി താമസിക്കുന്നവരാണെങ്കിൽ 15 ദിവസം മുമ്പേ നോട്ടീസ് കൊടുക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഇവിടെ നടന്നിരിക്കുന്നത് സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ്. നിലവിൽ ഡൽഹി ഹൈക്കോടതി ഈ ബുൾഡോസർ നടപടികൾക്ക് സ്റ്റേ നൽകിയിരിക്കുകയാണ്. നീതി നടപ്പിലാക്കേണ്ടത് നിയമവ്യവസ്ഥയിലൂടെയാണോ അതോ രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങളിലൂടെയാണോ എന്ന ചോദ്യം ഇവിടെ ശക്തമാകുന്നു. തീർച്ചയായും തരുണിന് നീതി ലഭിക്കണം. തരുണിന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം നികത്താനാവാത്തത് തന്നെയാണ്. പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ തന്നെ ലഭിക്കണം. എന്നാൽ രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള ഒരു പ്രശ്നത്തെ വർഗീയവൽക്കരിച്ച് അത് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയുകയും വേണം. അത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നമ്മൾ തടയുകയും വേണം.